നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത്. എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പൊ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒത്തിരി പാട്ടുകൾ സമ്മാനിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഷാൻ റഹ്മാൻ. ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തട്ടത്തിന്മറയത്ത്, ഓം ശാന്തി ഓശാന തുടങ്ങിയ ഒത്തിരി മ്യൂസിക്കുകൾ പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്തിരുന്നു. വിരലിൽ എണ്ണാവുന്നതിനും അപ്പുറത്താണ് പുള്ളിക്കാരൻ സമ്മാനിച്ച പാട്ടുകൾ. ഇപ്പൊ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കാൻ വന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെതിരെയും പുള്ളിക്കാരന്റെ വൈഫിനെതിരെയും ഒത്തിരി അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഉയര എന്നായിരുന്നു അതിന്റെ പേര്. വിനീത് ശ്രീനിവാസൻ അടക്കം വലിയ വലിയ താരങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പ്രോഗ്രാം നടന്നത്. വേണമെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതായിരുന്നു പ്രോഗ്രാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോഗ്രാമിന്റെ വലിപ്പം എത്രത്തോളാണെന്ന്. എന്തായാലും പരിപാടി വൺ സക്സസ് ആയി കഴിഞ്ഞിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് ഭംഗിയായി തീർന്നു. ഇനി എന്താണ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിഷയം എന്നല്ലേ നിങ്ങൾ ചോദിച്ചു വരുന്നത്? അങ്ങോട്ടാണ് വരുന്നത്. മ്യൂസിക് കൺസൾട്ട് മാനേജ് ചെയ്തിരുന്നത് ഒറോറ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. അത്യാവശ്യം നല്ല പ്രോഗ്രാംസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു ടീമാണ്. ഇത്രയും വലിയൊരു പ്രോഗ്രാം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ കഴിവ് പോരല്ലോ. എന്തായാലും അവരുടെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ വൃത്തിയായിട്ട് അവർ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം മാനേജ് ചെയ്യാനായിട്ട് ഓരോരോ കമ്പനിക്കാര് ഷാൻ റഹ്മാനോട് ആവശ്യപ്പെട്ടത് 38 ലക്ഷം രൂപയാണ്. മൊത്തത്തിൽ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് അവർ അത് ആവശ്യപ്പെട്ടത്. അത് തരാന്ന് ഷാൻ റഹ്മാൻ ഏറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. സാധാരണ ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാം മാനേജ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ ഒരു എഗ്രിമെന്റ് എഴുതി മേടിക്കുന്നത് അത്യാവശ്യമായിരുന്നു. ഇവരത് ചെയ്തില്ല. ഇവരൊരു വാക്കാലുള്ള എഗ്രിമെന്റ് മാത്രമേ ചെയ്തുള്ളൂ. ഒരുപക്ഷെ ഈ ഷാൻ റഹ്മാനും ഒറോറ ഇവന്റ് മാനേജ്മെന്റ് ഓണറും തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലായിരിക്കണമല്ലോ. നീ ചെയ്തോടാ, ഞാൻ കാശ് തരാന്ന് ഷാൻ റഹ്മാൻ പറഞ്ഞാണ്. അല്ലാണ്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഒരു കമ്പനിക്കാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പറഞ്ഞ പ്രകാരം പ്രോഗ്രാം ഒക്കെ അവർ ചെയ്തു. പക്ഷെ പരിപാടി കഴിഞ്ഞപ്പോൾ ഷാൻ റഹ്മാൻ നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി. ഓരോരോ കമ്പനിക്ക് പൈസ കയ്യിൽ ഒരു തേങ്ങാക്കൊലയും അവർ കൊടുത്തില്ല. ചുരുക്കി പറഞ്ഞാൽ നൈസായിട്ട് ഒരു വിശ്വാസവഞ്ചന അങ്ങോട്ട് കാണിച്ചു എന്ന് പറയാം. ഓരോരോ കമ്പനിയുടെ ഓണറായിട്ടുള്ള ലിജോ കരഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത്. ഷാനിക്കായാലും ശരി, സൈറെത്തിയാലും ശരി, രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നമ്മളെ പറ്റിക്കുക ചെയ്തത്. കാരണം ഉയരെ 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും, ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരം പറയുന്നത്. ബെസ്റ്റ്. ഒരുമാതിരി പണം ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന ഒരു പരിപാടിയായി പോയത്. നിനക്ക് എന്തിനാണ് പൈസ? നമ്മുടെ പ്രോഗ്രാം ചെയ്തപ്പോൾ നിനക്ക് ഒത്തിരി പ്രൊമോഷൻ കിട്ടിയില്ലേ, അതുവഴി ഒത്തിരി വർക്കുകൾ വരില്ലേ എന്ന രീതിയിലായിരുന്നു ഷാൻ റഹ്മാന്റെ വർത്താനം. ഇത് വല്ലാത്തൊരു മൂഞ്ചിക്കലായി പോയി ഷാൻ റഹ്മാനെ. ഇങ്ങനെയൊക്കെ ഒരാളെ പറഞ്ഞു പറ്റിക്കാൻ പാടുണ്ടോ? ഷാൻ റഹ്മാൻ മുൻകൂട്ടി പുള്ളിക്കാരനെ വഞ്ചിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രോഗ്രാം നടത്തിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് അങ്ങോട്ട് മുങ്ങുക. വിചാരിച്ചുകൊണ്ടാണല്ലോ പുള്ളിക്കാരൻ എഗ്രിമെന്റ് എഴുതാണ്ട് പരിപാടി സമ്മതിച്ചത്. പൈസ നിനക്ക് തരാമെന്ന് വാക്കാലെ പറയുകയും ചെയ്തു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ പൈസ കയ്യിൽ കിട്ടിയപ്പോ നൈസായിട്ട് തട്ടിയേക്കാന്ന് ഷാൻ റഹ്മാൻ വിചാരിച്ചു കാണും. എന്തായാലും ഇതൊരു വിശ്വാസവഞ്ചന തന്നെയാണ് കാണിച്ചത്. ഞാൻ ആലോചിക്കുന്ന ഇതല്ല, ഇവന്റ് മാനേജ്മെന്റിന്റെ മെനക്കേടിനെ കുറിച്ചാണ്. 38 ലക്ഷം രൂപ ഇവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 15 ലക്ഷം രൂപയെങ്കിലും ഈ പരിപാടിക്ക് അവർക്ക് വേണ്ടതെന്നാണ്. സ്റ്റേജും സൗണ്ട്സും സെറ്റിംഗ്സും എല്ലാം കൂടെ നല്ലൊരു ചെലവ് അവർക്ക് വന്നതാണ്. പൈസ മാത്രമല്ല, കുറെ നാളത്തെ മെനക്കേടും ഉണ്ട് ഇതിന്റെ പുറകിലൊക്കെ ഓടി നടക്കുന്നതിന്. അവർ ഈ പറഞ്ഞ സമയത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവസാനം നമ്മൾ ഈ പൈസ ചോദിക്കുന്ന സമയത്ത് ഒരു കൊഞ്ഞനം കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതേ കണക്കാണ് എനിക്കിത് തോന്നിയത്. എന്നെ കാണിച്ചൊരു വലിയൊരു ദണ്ഡിത്തരം തന്നെ ആയിപ്പോയി. അറ്റ്ലീസ്റ്റ് അവരുടെ ആ മെനക്കേടെങ്കിലും ഒന്ന് പരിഗണിക്കായിരുന്നു. ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഷാൻ റഹ്മാനെ ഈ സ്റ്റേജ് കെട്ടുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ പരിപാടിക്കൊക്കെ പോയിട്ടുള്ളതാ, അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ്. ഓരോ കമ്പനി ഇവന്റ് മാനേജ്മെന്റ് മാത്രമല്ല കേട്ടോ, ഇത് അതിഥികളായിട്ട് വന്ന ആർട്ടിസ്റ്റുകളുടെ ഫുഡ്, ട്രാവൽ എക്സ്പെൻസ് എല്ലാം ഇവർ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇവർ ഈ പ്രോഗ്രാമിന്റെ മൊത്തം റവന്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ
35 ലക്ഷം രൂപ ഇവർക്ക് സ്പോൺസർഷിപ്പിലൂടെ മാത്രം കിട്ടിയിട്ടുണ്ട്. 40 ലക്ഷം രൂപ അടുത്ത് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് 1 കോടിക്ക് അടുത്ത് ഇൻകം കിട്ടിയിട്ടുണ്ട്. ഈ 1 കോടിക്ക് അടുത്ത് കിട്ടിയതിൽ നിന്ന് 38 ലക്ഷം രൂപ കൊടുക്കാനാണ് ഇവർക്ക് ഈ ഒരു മടി. എന്തായാലും തനിക്ക് പറ്റിയ ചതിയെ കുറിച്ച് ഒറോറ കമ്പനിയുടെ മുതലാളി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ കേട്ടു നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാന്റെ പ്രതികരണം കൂടെ കാണാനുണ്ട്. നമുക്ക് എന്തായാലും ലിജോയുടെ പ്രതികരണം കേൾക്കാം. എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ട് അല്ലേ ഇവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയല്ല ഞാൻ ഇപ്പം നിൽക്കുന്നത്. എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് അവർ തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെൻറ്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു. പ്രോപ്പർ എഗ്രിമെൻറ്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻഡ്രോമാണ് ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെൻറ്റ് ഞാൻ ഒരു വട്ടം ബാക്കൗട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്കൗട്ട് ചെയ്തു. ഞാൻ ഈ ചെയ്യുന്നില്ല, എഗ്രിമെൻറ്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ, ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കയെ വിളിച്ച് ഷാനിക്കയെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ കറഞ്ഞു ഷാനിക്ക അങ്ങനെ ഞാൻ ബാക്കൗട്ട് ചെയ്യുക, 1 രൂപ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പറഞ്ഞ് 2 ദിവസത്തിനകം നിനക്ക് എല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക. എന്നിട്ടും ആയില്ല. അതിന് വീണ്ടും ഞാൻ 18 തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു. അന്ന് എൻ്റെ കൂട്ടത്തിൽ ഗിത്താറിസ്റ്റ് ആകാശിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു. ഷാനിക്ക ഇനി ആയില്ല, ഞാൻ ബാക്കൗട്ട് ചെയ്യുമോ, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെൻറ്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. ഷാനിക്ക പറഞ്ഞു നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. എറണാകുളത്തുനിന്ന് തേവരേന്ന് ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറ എത്തിക്ക് മൈഗ്രൈന ഭയങ്കര മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടെന്ന്, നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മളെന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല. പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിന്റെ ലാഭമായാലും നഷ്ടമായാലും നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാന്നുള്ള രീതിയിൽ പുള്ളി. ഓഹോ, വഞ്ചിക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിക്കുകയോ, ഓരോ തവണയും എഗ്രിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ലിജോ ഷാന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഓരോ ന്യായങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി. ആദ്യം വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ഭയങ്കര ബിസിയാണ്, 2 ദിവസത്തിനുള്ളിൽ നമുക്കെല്ലാം സെറ്റ് ആക്കാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു വന്നപ്പോ പറഞ്ഞു അടുത്ത ദിവസം രാവിലെ നമുക്ക് അപ്പ സെറ്റ് ആക്കാം. അടുത്ത ദിവസം രാവിലെ വന്നപ്പോ പറഞ്ഞു ഭാര്യയ്ക്ക് തലവേദനയാണ്, വയറ്റ് വേദനയാണ്, നീ അടുത്ത ദിവസം നമുക്ക് അപ്പ സെറ്റ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഫോൺ വിളിച്ചപ്പം ഫോണും എടുക്കുന്നില്ല ആള്. അങ്ങനെ അടുത്ത ദിവസം മെസ്സേജ് അയക്കുകയാണ്, നീ വേണമെങ്കിൽ ഷോ ഫുൾ ഓഫ് ചെയ്തു, ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫുൾ ഞാൻ തരാം. പിന്നെ പറഞ്ഞു പുള്ളിക്കാരൻ കൺവിൻസ് ചെയ്യിപ്പിച്ച് എടുപ്പിച്ച് അവസാനം മൂഞ്ചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും പറഞ്ഞു പൈസ കിട്ടില്ല എന്ന് ഉറപ്പായപ്പം ഈ ഒറോറ കമ്പനിയുടെ മുതലാളി ലിജോ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഷാൻ റഹ്മാനെയും ഭാര്യനെയും മാറി മാറി വിളിച്ചു. അങ്ങനെ ഒരുപാട് വിളിച്ച് ഷാൻ റഹ്മാന് ബുദ്ധിമുട്ടായപ്പോൾ ഷാൻ റഹ്മാൻ എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചു. ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. നിജു, വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവള് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, അയാൾക്ക് 38 ലക്ഷം രൂപ കിട്ടാനുണ്ടെങ്കിൽ അയാൾ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. രണ്ട് വിളിച്ചിട്ട് എമ്പുരാന്റെ ട്രെയിലർ ഒന്നും കണ്ടാണെന്ന് ചോദിക്കത്തൊന്നുമില്ലല്ലോ. അയാൾ ഓരോ തവണ വിളിക്കുമ്പോഴും അയാൾക്ക് കിട്ടാനുള്ള കാശിനെ കുറിച്ചല്ലേ അയാൾ ചോദിക്കത്തുള്ളൂ. അത് ആരായാലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ അതിന് ആ കാശ് കിട്ടുന്നത് വരെ അയാൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്തായാലും നിങ്ങൾ ബാക്കി പറഞ്ഞോട്ടെ, കേക്കട്ടെ. ഇതൊന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഗൈൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവള് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ. എന്തായാലും നിങ്ങൾ കൊടുക്കാനുള്ള കാശ് അയാൾക്ക് കൊടുത്തിട്ട് ഒഴിവാക്കിക്കൂടെ? ഇവിടെ ഷാൻ റഹ്മാനും നായികക്ക് 40 തൊട്ട് ഒരേ കാര്യം തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലിജോ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷാൻ റഹ്മാൻ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്തായാലും ഷാൻ റഹ്മാനെ ബാക്കി പറഞ്ഞട്ടെ, ഒന്ന് കേൾക്കട്ടെ. അവള് ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. 20 ലക്ഷമോ? അതെന്തോ ഒരു 20 ലക്ഷത്തിന്റെ കണക്ക്?
അതെവിടെയും കണ്ടില്ലായിരുന്നല്ലോ. 20 ലക്ഷത്തിന്റെ കണക്ക് കിട്ടാനുള്ള 38 ലക്ഷം. ഓക്കെ, ഈ 20 ലക്ഷത്തിന്റെ കണക്ക് എവിടെയും കേട്ടില്ലായിരുന്നല്ലോ. ഈ 20 ലക്ഷം രൂപ എവിടെ നിന്ന് കയറി വന്നു? അതെന്തായാലും ഷാൻ റഹ്മാൻ തന്നെ പറയട്ടെ, നമുക്ക് എന്തായാലും കേട്ടു നോക്കാം. ബാക്കി പറയട്ടെ. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അതാണല്ലേ അവസാനത്തെ മൂവ്, ഭാര്യനെ കൊണ്ട് ഹറാസിങ് ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു കേസ് കൊടുപ്പിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ നിങ്ങളെ വിളിച്ചൊന്നും ശല്യപ്പെടുത്തില്ലല്ലോ. അതായിരിക്കണം ഷാൻ റഹ്മാന്റെ ഉള്ളിലിരിപ്പ്. കയ്യിന്ന് പോയി കഴിയുമ്പോൾ പലരുടെയും കച്ചിത്തുരുമ്പിതാണല്ലോ പെണ്ണുങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. എന്തായാലും പുള്ളിക്കാരനും ആ വഴി അങ്ങ് നീങ്ങിയല്ലേ. എന്തായാലും നല്ല കാര്യം. ഇവര് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തപ്പം ലിജോ എന്താക്കി, ഇവർക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് ഒരു കേസ് അങ്ങോട്ടും കൊടുത്തു. അതെന്തായാലും നന്നായി. ഷാൻ റഹ്മാൻ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല, ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. പറഞ്ഞത് തീരെ ശരിയായില്ല ഷാൻ റഹ്മാനെ. ഇത് നിങ്ങളൊരു കമ്പനിയെ താഴ്ത്തി കെട്ടുന്നത് പോലെ ആയിപ്പോയി. ആ കമ്പനി ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ ഇവന്റ് ഇത്രയും അടിപൊളിയായിട്ട് നടന്നത്. നിങ്ങളുടെ ഉയരെ എന്ന് പറയുന്ന പരിപാടി വിജയിച്ചതിൽ ഈ കമ്പനിയും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് ഒരു പട്ടിക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അവരൊരിക്കലും നിങ്ങളെ പ്രൊമോഷന് വേണ്ടിയല്ല സമീപിച്ചത്. അവർ ചെയ്ത പണിക്കുള്ള കാശ് കിട്ടണം. അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവാതെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും നിങ്ങൾ ബാക്കി പറ, കേൾക്കട്ടെ. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ വിടും. ഓക്കെ, ഭാര്യയോടുള്ള സ്നേഹം വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ ഓരോ സംസാരത്തിലും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഭാര്യ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ ആ ഭാര്യ സ്നേഹം ഒരാളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. എല്ലാവരും ഇവിടെ നെട്ടോട്ട് പോകുന്നത് ജീവിതത്തിന്റെ 4 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു സേവനം ചെയ്തു തരുന്ന സമയത്ത് ഒരിക്കലും അവരോട് വിശ്വാസവഞ്ചന കാണിക്കരുത്. അത് ഏറ്റവും വലിയ തെണ്ടിത്തരമാണ്. ഇത്രയൊക്കെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. എന്തായാലും അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. സ്വന്തം തോളിക്കായിട്ട് നടക്കുന്ന ബെസ്റ്റിയോടാണെങ്കിൽ പോലും ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് വേണം ബിസിനസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ വഞ്ചിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. മനുഷ്യനല്ലേ, എപ്പം മനസ്സ് മാറുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് തോളത്ത് കൈയിട്ട് നടന്നവൻ നാളത്തെ ശത്രു. അതാണല്ലോ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിൽക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ പോലും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഗ്രിമെന്റ് വെച്ചേക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള അടിപൊളി പണി കിട്ടും. ഇന്ന് കാണുന്ന കൂട്ടുകാരൻ നാളെ ശത്രുവായിട്ട് പെട്ടെന്ന് മാറിയേക്കാം. എല്ലാം ബിസിനസ്സിലൂടെയാണല്ലോ. കാശിന്റെ കാര്യം വരുമ്പം രക്തവുമില്ല, ബന്ധവുമില്ല, സുഹൃത്തുമില്ല, ഒന്നുമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നിങ്ങളെ കമന്റുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.